الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك صدق الله العظيم العظيم ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ഭയപ്പെടുക. പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് ജീവിത നിലപാടുകളെ മുഴുവൻ വിധേയമാക്കി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും അല്ലാഹുവിന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും സൗഭാഗ്യം നൽകുകയും ചെയ്യുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ മഹത്വത്തെക്കുറിച്ചും മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ നിസ്സാരതയെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ കുത്തുബയിൽ ചില കാര്യങ്ങൾ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ അനിവാര്യമായ താല്പര്യത്തെ സംബന്ധിച്ചും മനുഷ്യരും അല്ലാഹുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ ധാരാളമായി സംസാരിച്ച ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. എന്നല്ല, ഖുർആനിന്റെ പ്രമേയം തന്നെ മനുഷ്യനാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടും സൃഷ്ടി വൈദഗ്ധ്യത്തെക്കുറിച്ചുമൊക്കെ പരാമർശിക്കുന്ന ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ ഉടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഖുർആനിന്റെ ആരംഭം മുതൽ, അവതരണാരംഭം മുതൽ ഇത് പ്രകടമാണ്. ഹിറാ ഗുഹയുടെ പരിജന്യമായ നിശബ്ദതയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത പഞ്ചസൂക്തങ്ങളിൽ തന്നെ ഈ കാര്യം അല്ലാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. യഖറഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, മനുഷ്യനെ നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. ഖലഖൽ ഇൻസാന ഖലഖ്, രണ്ട് തവണ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ആദ്യ 5 വചനങ്ങൾ അല്ലാഹു അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് അങ്ങോട്ട്
നീണ്ട 23 വർഷക്കാലം മക്കയിലും മദീനയിലുമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അവതീർണമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യവും സ്വഭാവവും ഒക്കെ നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ, ജലത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ അല്ലാഹു തന്നെയാകുന്നു. ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, പടച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു രേതസ്കണത്തിൽ നിന്നാണ്, ഒരു ശുക്ലകണത്തിൽ നിന്നാണ്. ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ, എന്നിട്ടത് അവൻ കാണെ ഒരു കുദർക്കിയായി മാറിയിരിക്കുന്നു, തെളിഞ്ഞ കുദർക്കിയായിരിക്കുന്നു. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹു പറയുന്നു, ഓടുപോലെ മുട്ടിയാൽ മുഴങ്ങുന്ന വരണ്ട കളിമണ്ണിൽ നിന്നാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു ശിശു, ഒരു മനുഷ്യ ശിശു കടന്നു വരുന്ന വളരെ സൂക്ഷ്മമായ പരിണാമഘട്ടങ്ങളെ കുറിച്ച് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പ്രഗത്ഭനായ ഭ്രൂണശാസ്ത്രജ്ഞൻ ഡോക്ടർ മോറിസ് ബുക്കായിയെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത് വിശുദ്ധ ഖുർആനിലെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള പരാമർശങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ മുഅ്മിനൂന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാം, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. മനുഷ്യനെ നാം കളിമണ്ണിന്റെ സത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പിന്നീട് അവനെ നാം ഒരു സുരക്ഷിത സ്ഥാനത്ത് രേതസ്കണമാക്കി പരിവർത്തിപ്പിച്ചു. എന്നിട്ട് ആ രേതസ്കണത്തെ രക്തപിണ്ഡത്തിന്റെ രൂപം നൽകി. അനന്തരം ആ രക്തപിണ്ഡത്തെ നാം മാംസമാക്കി, പിന്നെ മാംസത്തെ അസ്ഥികളാക്കി, എന്നിട്ട് ആ അസ്ഥികളെ നാം മാംസം കൊണ്ട് വീണ്ടും പൊതിഞ്ഞു. അനന്തരം അതിനെ തികച്ചും മറ്റൊരു സൃഷ്ടിയാക്കി നാം വളർത്തിയെടുത്തു. നിർമ്മാണകരിൽ ഏറ്റവും നിപുണനായ അല്ലാഹു വളരെ അനുഗ്രഹമുടയവൻ തന്നെ. പടച്ച റബ്ബ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച്, മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യ ഭ്രൂണം കടന്നു പോരുന്ന അതിസൂക്ഷ്മമായ പരിണാമ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, നിർമ്മാണകരിൽ ഏറ്റവും മനോഹരമായി നിർമ്മാണ വിദ്യ നിർവഹിക്കുന്നവൻ ആ പടച്ചവൻ എത്ര അനുഗ്രഹമുടയവനാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ മനുഷ്യനെ ചില വസ്തുതകൾ ഗ്രഹിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച്, താൻ ആരാണ്, താൻ എവിടെ നിന്നാണ് വന്നത്, താൻ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് മനുഷ്യനെ ചിന്തിക്കാൻ അല്ലാഹു പ്രേരിപ്പിക്കുകയാണ്. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ മനുഷ്യനെ കുറിച്ച് വെച്ചു പുലർത്തുന്ന വീക്ഷണങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ പാഠമാണ്, ചിത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ ദീനും നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണിൽ മണ്ണിൽ നിന്നും വളർന്നു, മണ്ണിൽ ജീവിച്ച്, മണ്ണിൽ തന്നെ ആഹരിച്ച്, മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ഒടുങ്ങുകയും ചെയ്യേണ്ട അനേകം സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യനെങ്കിൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ വളരെ മഹത്വമുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭൗതികവാദത്തിന്റെ കണ്ണിൽ ഒരു മനുഷ്യന്റെ വില എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഹദറാത്തും ഫിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ആവശ്യമായ മൂലഘടകങ്ങളെ വേർതിരിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. 7 കഷ്ണം സോപ്പ് ഉണ്ടാക്കാൻ വേണ്ട എണ്ണയും, 7 പെൻസിൽ ഉണ്ടാക്കാൻ ആവശ്യമായ കാർബണും, ഏതാണ്ട് 120 തീപ്പെട്ടിക്കോലിന് വേണ്ട ഫോസ്ഫറസും, 1 കവിൾ ഔഷധത്തിന് വേണ്ട മാഗ്നീഷ്യം സാൾട്ടും, ഒരിടത്തരം ആണി ഉണ്ടാക്കാൻ ആവശ്യമായ ഇരുമ്പും, 1 കോഴിക്കൂട് വെള്ള പൂശാൻ വേണ്ട ചുണ്ണാമ്പും, 1 നായയുടെ തോൽ വൃത്തിയാക്കാൻ ആവശ്യമായ ഗന്ധകവും, 10 ഗാലൻ വെള്ളവും. ഇത്രയുമാണ് മനുഷ്യ ശരീരം ഉണ്ടാക്കാൻ ആവശ്യമായ മൂലഘടകങ്ങൾ എന്നൊരു ശാസ്ത്രജ്ഞൻ വേർതിരിക്കുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഇതിന്റെ വില എത്രയാണോ, ഇതിന് മാർക്കറ്റിൽ എന്താണോ വിലയുള്ളത്, അതാണ് മനുഷ്യന്റെ വില എന്നാണ് അയാൾ വിലയിരുത്തിയത്. എന്നാൽ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതര സൃഷ്ടിജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ഒരുപാട് സവിശേഷതകൾ നൽകുകയും
അതിന്റെ അനിവാര്യമായ തേട്ടമായി മനുഷ്യന് ചില ബാധ്യതകൾ അള്ളാഹു ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആ വ്യതിരിക്തത, ആ പ്രത്യേകത അവന്റെ സൃഷ്ടിപ്പ് മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നും ഖുർആൻ പറഞ്ഞു. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നമുക്ക് വളരെ സുപരിചിതമായ സൂറത്ത് തീനിൽ അള്ളാഹു പറയുന്നുണ്ട്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണമായി മുഫസ്സിറുകൾ പറയുന്നത്, റിസാലത്ത് പോലും ഏറ്റെടുക്കാൻ മാത്രം, പ്രവാചകത്വമാകുന്ന വലിയ പദവി പോലും ഏറ്റെടുത്ത് നിർവഹിക്കാൻ പാകമായ സൃഷ്ടിഘടനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുള്ളത് എന്ന്. വളരെ മനോഹരമായ ശരീരഘടന അല്ലാഹു നൽകിയത് വീണ്ടും വീണ്ടും ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദല ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബ. ഓരോ അവയവങ്ങളും, മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ആ അവയവങ്ങളുടെ ധർമ്മം നിർവഹിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഘടനയിൽ നിന്നും അത് വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് അത് ഘടിപ്പിച്ചിരുന്നുവെങ്കിൽ മനുഷ്യന് അവന്റെ ധർമ്മം വേണ്ട വിധം നിർവഹിക്കാൻ ആ അവയവങ്ങൾ കൊണ്ട് സാധ്യമാകുമായിരുന്നില്ല എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സൃഷ്ടിപ്പ് സവിശേഷമാക്കിയെന്നത് മാത്രമല്ല, പടച്ച റബ്ബിന്റെ ആത്മാവിൽ നിന്ന് ഒരു അംശത്തെ കൂടി മനുഷ്യരിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഫൈദാ സവ്വൈതുഹു വ നഫഖതു ഫീഹി മിൻ റൂഹി. ആ സൃഷ്ടിഘടന പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അവരിലേക്ക് ഊതി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ കൊണ്ട് മനുഷ്യന്റെ മഹത്വം ഉയർത്തിപ്പിടിച്ച് അറിവിന്റെ ഔന്നത്യത്തിൽ നിന്നുകൊണ്ട് മനുഷ്യന് മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. വൈദ ഖുൽനാലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം ഫസജദൂ. ഇതേ മനുഷ്യന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവും ഇച്ഛാശക്തിയും നൽകി അനുഗ്രഹിച്ചുവെന്നും പരിശുദ്ധ ഖുർആൻ. അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവൻ അറിയാത്തത് അവനെ പഠിപ്പിച്ചവനാണ് നാഥൻ. അല്ലമൽ ഇൻസാന അല്ലമ ആദമൽ അസ്മാഉ കുല്ലഹാ. ആദമിന് സകല നാമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. ആ അറിവിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ആദമിന്റെ ഔന്നത്യം മലക്കുകൾക്ക് മുമ്പിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. ഇതൊക്കെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ കുറിച്ചുള്ള ചില നിലപാടുകൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ജന്തു ജീവജാലങ്ങളിൽ വ്യത്യസ്തമായ ഒരു ദൗത്യം ഏൽപ്പിച്ചതാണ്. അതിനുവേണ്ടിയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സവിശേഷമായ വ്യക്തിത്വവും സവിശേഷമായ സൃഷ്ടിഘടനയും ഒക്കെ നൽകിയത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ അല്ലാഹുവിന്റെ പ്രതിനിധിയായി നിശ്ചയിക്കപ്പെട്ടവനാണ് മനുഷ്യനെന്ന് പരിശുദ്ധ ഖുർആൻ. ആ പടച്ചവന്റെ പ്രാതിനിധ്യം, ആ ഖലീഫത്തുല്ലാഹി ഫിൽ അർള് എന്ന് പറയുന്ന ആ പ്രാതിനിധ്യം ഭംഗിയായി നിർവഹിക്കുവാൻ സഹായകരമായ വിധത്തിൽ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും അല്ലാഹു മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലുള്ളത് മുഴുവനും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനുഷ്യനോട് അല്ലാഹു പറയുകയാണ്. പ്രപഞ്ചത്തിലുള്ളതെല്ലാം മനുഷ്യന്റെ സേവനത്തിന് വേണ്ടി പടച്ച റബ്ബ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അലം തറ അന്നല്ലാഹ സഖറ ലക്കും മാ ഫിൽ അർള്. ആകാശങ്ങളിലുള്ള മുഴുവൻ, ആകാശഭൂമികളിലുള്ള മുഴുവനും നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തരുന്നത് താങ്കൾ കണ്ടിട്ടില്ലേ എന്ന് മാത്രമല്ല, പ്രത്യക്ഷവും പരോക്ഷവുമായ ഒരുപാട് അനുഗ്രഹങ്ങളും അല്ലാഹു മനുഷ്യന് ചൊരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായി പടച്ചവനിൽ നിന്നുള്ള ചില പ്രത്യേകതകൾ, ചില ആദരവ് തന്നെ അല്ലാഹു മനുഷ്യന് നൽകി. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. മറ്റു സൃഷ്ടിജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത പടച്ചവന്റെ പ്രത്യേകമായ ആദരവ് നൽകപ്പെട്ട സൃഷ്ടിയാണ് മനുഷ്യൻ എന്ന് ബനൂ ഇസ്രായേലിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുകയാണ്. അഥവാ ഇതര സൃഷ്ടിജാലങ്ങൾക്കൊന്നുമില്ലാത്ത വിശേഷ ബുദ്ധി എന്ന ഒരു മഹാ അനുഗ്രഹം കൂടി മനുഷ്യൻ അല്ലാഹു ചൊരിഞ്ഞു കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ, അല്ല മനുഷ്യ, മാ ഗറക ബി റബ്ബിക്കൽ കരീം. അത്യുദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത്? യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹൽ ഇൻസാൻ, മാ ഗറക ബി റബ്ബിക്കൽ കരീം. മനുഷ്യ, ഇത്രയും ഉദാരനായ നാഥന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത്? ബുദ്ധി ഉപയോഗിച്ചു സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന് അവയുടെയൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്താനും ആ റബ്ബിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കാനും കഴിയണം. അതിനുള്ള ആഹ്വാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് വിശുദ്ധ ഖുർആനിലുടനീളം. അഫലാ തഅഖിലൂൻ, അഫലാ യഫ്ഖഹൂൻ, ഖലീലൻ മാ തദക്കറൂൻ, അഫലാ തതദക്കറൂൻ തുടങ്ങി ചിന്തിക്കാനും കണ്ടെത്താനും വേണ്ട നിരന്തരമായ ആഹ്വാനങ്ങൾ അല്ലാഹു നൽകുകയാണ്. സൃഷ്ടാവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. തഫക്കറൂ ഫീ ഖൽഖില്ലാഹ്,
നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, രാപ്പകലുകൾ മാറി മാറി വരുന്നതിനെ കുറിച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കുന്ന മനുഷ്യന് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇനി ആകാശഭൂമികളെ കുറിച്ചും രാപ്പകലുകളുടെ മാറി മാറി വരവിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ, സൗകര്യമില്ലെങ്കിൽ, സ്വന്തത്തെക്കുറിച്ചെങ്കിലും സ്വന്തം ശരീരത്തെക്കുറിച്ചെങ്കിലും എന്തുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കുന്നില്ല? അവലം യതഫക്കറു ഫീ അൻഫുസിഹിം. മനുഷ്യൻ എന്തുകൊണ്ട് അവനവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല? ഒരിക്കലും തങ്ങളിൽ തന്നെ മനുഷ്യൻ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ? വഫീ അൻഫുസികും വഫലാ തുബ്സിറൂൻ. സ്വന്തം ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് പഠിക്കാൻ, അള്ളാഹുവിന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്ക് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്ത, നമ്മുടെ ഒന്നും ഒരു നിയന്ത്രണത്തിനും വിധേയമാകാതെ തന്നെ സകല ധർമ്മങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഓരോ അവയവങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതുവഴി നമ്മുടെ നാഥനെ കണ്ടെത്തി അവന്റെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു അടിമയായി നാഥൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതിന് സ്വന്തത്തെ തിരിച്ചറിയാൻ, അവനവനിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്താൻ ആഹ്വാനം ചെയ്യുകയാണ് റബ്ബ് ചെയ്തത്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. സ്വന്തത്തെ അറിയാൻ കഴിഞ്ഞവൻ, സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കുന്നവർക്ക് റബ്ബിനെ കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. അവന് റബ്ബിനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക എഞ്ചിനീയറിംഗ് എത്ര പുരോഗമിച്ചാലും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സൃഷ്ടി വൈഭവത്തോടും ആസൂത്രണത്തോടും കൂടിയാണ് മനുഷ്യന്റെ ഓരോ അവയവവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ അവയുടെ ഘടന, ഓരോ അവയവത്തിന്റെയും ചുമതലകൾ ഏറ്റവും നന്നായി നിർവഹിക്കാൻ കഴിയുന്ന വിധത്തിലും തരത്തിലുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെയൊക്കെ സംവിധാനിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ തലയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു ഏകദേശമായ ഒരു ഗോളാകൃതിയിൽ അല്ലാഹു അത് സൃഷ്ടിച്ചു. 55 അസ്ഥികൾ വളരെ ആസൂത്രിതമായി അതിൽ ക്രമപ്പെടുത്തി. അതിൽ തന്നെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും വലിയ സംരക്ഷണം ആവശ്യമുള്ള നമ്മുടെ മസ്തിഷ്കം അഥവാ തലച്ചോറ്, തലയോടുകളാകുന്ന വലിയ ഒരു സംരക്ഷണ ഭിത്തിക്കുള്ളിലാണ്, ഒരു സംരക്ഷണ വലയത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. ആ തലയിൽ തന്നെയാണ് അല്ലാഹു മനുഷ്യന്റെ പ്രധാനപ്പെട്ട അവയവങ്ങളായ കണ്ണും മൂക്കും ചെവിയും ഒക്കെ യഥാസ്ഥാനത്ത് സംവിധാനിച്ചു. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബ. ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബ. പടച്ചവൻ ഉദ്ദേശിച്ച ശരിയായ വിധത്തിലാണ് അതിന്റെ ഘടന അല്ലാഹു ചെയ്തിട്ടുള്ളത്. കണ്ണിന് അല്ലാഹു കാഴ്ച നൽകുക മാത്രമല്ല ചെയ്തത്, ആ കണ്ണിനെ 7 അടുക്കുകളായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. ആ ഓരോ അടുക്കുകൾക്കും പ്രത്യേകമായ ഘടനയും ഗുണങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇനി ആ കണ്ണിനെ വലയം ചെയ്തുകൊണ്ട് റബ്ബ് കൺപോളകളെ സംവിധാനിച്ചു. വളരെ വേഗത്തിൽ ചലിക്കുന്ന കൺപോള കണ്ണിന് ദ്രോഹമുണ്ടാക്കുന്ന പൊടിയോ മറ്റോ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കുകയും ആവശ്യമുള്ളപ്പോൾ തുറക്കാനും അടക്കാനും പാകത്തിൽ കൺപോളകൾ വീടിന് ഒരു വാതിൽ പോലെ, കണ്ണിന്റെ വാതിലായി, വീടിന് വാതിൽ പോലെ കണ്ണിന്റെ വാതിലായിട്ടാണ് നമ്മുടെ കണ്ണിന്റെ പോളകളെ അല്ലാഹു സൃഷ്ടിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കണ്ണുനീരിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ ഒരു ഉപ്പുരസം അതിൽ അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കണ്ണിൽ വീഴുന്ന വസ്തുക്കളെ ദ്രവിപ്പിക്കുന്ന ഒരു ഉപ്പുരസം അല്ലാഹു വെച്ചിട്ടുണ്ട്. കണ്ണിൽ എന്തെങ്കിലും പോയാൽ എളുപ്പത്തിൽ അത് പുറത്തു പോകുന്നതിന് വേണ്ടി കണ്ണിന്റെ ഇരുഭാഗങ്ങളും താഴ്ന്ന നിലയിലും അതുപോലെ തന്നെ മധ്യഭാഗം ഉയർന്ന നിലയിലുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കോടാനുകോടി മനുഷ്യരുടെ കൃഷ്ണമണികളെ മുഴുവനും അല്ലാഹു വ്യത്യസ്തമായ രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കണ്ണ് തിരിച്ചറിയാനുള്ള അടയാളമായി ആധുനിക ശാസ്ത്രം സ്വീകരിച്ചിട്ടുള്ളത്. അലം നജ്അൽ ലഹു ഐനൈൻ. അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നാം 2 കണ്ണുകൾ നൽകിയില്ലയോ? പ്രിയമുള്ളവരെ, കണ്ണുണ്ടായാൽ പോലെ യാഥാർത്ഥ്യം നോക്കിക്കാണാൻ കഴിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലിസാനം വശഫത്തൈൻ എന്ന് കൂട്ടി പറയുന്നുണ്ട്. 2 ചുണ്ടുകളും ഒരു നാവും നിങ്ങൾക്ക് നാം നൽകിയില്ലയോ? കണ്ണുകൾക്ക് കൺപോള എന്ന പോലെ മനുഷ്യന്റെ വായക്ക് ചുണ്ടുകളാകുന്ന വാതിൽ അല്ലാഹു വെച്ചിരിക്കുന്നു. മുഖത്തിന് സൗന്ദര്യം നൽകാൻ മാത്രമല്ല സംസാരിക്കാൻ ഉപയുക്തമായ നാവ് തന്നെയാണ് അനാവശ്യമായ വസ്തുക്കളെ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നമ്മുടെ നാവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ വളരെ അത്ഭുതകരമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ. നമ്മൾ കഴിക്കുന്ന ആഹാര വസ്തുക്കളെ നമ്മുടെ അണപ്പല്ലുകളുടെ ചുവട്ടിലേക്ക് നീക്കുന്നത് നമ്മുടെ നാവുകളാണ്. ആഹാരം കഴിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാദ് അനുഭവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാവിൽ ഒരു പ്രത്യേകമായ രസനേന്ദ്രിയങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കേവലം വിശപ്പടക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് രുചികരമായ ആഹാരങ്ങൾ ഭക്ഷിക്കാനും രുചികരമല്ലാത്തത് ഒഴിവാക്കാനും ഈ രസനേന്ദ്രിയങ്ങൾ വഴിയാണ് മനുഷ്യന് സാധിക്കുന്നത്. ഇനി നമ്മുടെ പല്ലുകളെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ
അതിന്റെ ഘടന വളരെ മനോഹരമായിട്ടാണ് സംവിധാനിച്ചത്. അതിൽ ചിലത് കേടായാലും മറ്റു ചിലത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ അസ്ഥികളിലാണ് നമ്മുടെ പല്ലുകളെ അല്ലാഹു സംവിധാനിച്ചത്. അതിൽ തന്നെ നമ്മുടെ അണപ്പല്ലുകളെ കൂടുതൽ ബലമുള്ളതാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജനിച്ചു വരുന്ന ഒരു കുഞ്ഞിന് പല്ല് നമുക്ക് കാണുക സാധ്യമല്ല. ജനിച്ചതിന് ശേഷമാണ് പല്ല് വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അതൊരു ഘട്ടം എത്തുമ്പോൾ പിന്നീട് അത് മുഴുവനും ആ പല്ലുകൾ കൊഴിഞ്ഞു പോവുകയും പകരം മറ്റു പല്ലുകൾ വരികയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് 2 തവണ പല്ല് വരുന്നുണ്ട്, ആ പല്ലുകൾ വളരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊരു ഘട്ടം എത്തുമ്പോൾ ആ വളർച്ച നിൽക്കുകയാണ്. നഖം വളരുന്നത് പോലെ പല്ല് വളർന്നിരുന്നെങ്കിൽ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ അതൊരു ഘട്ടം എത്തുമ്പോൾ അതവിടെ നിൽക്കുകയാണ്. ഇതാരാണ് സംവിധാനിച്ചത്? ആരാണ് അതിന്റെ വളർച്ച ഒരു ഘട്ടം എത്തുമ്പോൾ നിലപ്പിച്ചത്? പിന്നീട് അത് പോയി മറ്റൊരു പല്ല് വരുമ്പോഴും അതിന്റെ വളർച്ചയും ഒരു നിശ്ചിത അളവെത്തുമ്പോൾ, ഒരു വലുപ്പം എത്തുമ്പോൾ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. നഖം വളരുന്നത് പോലെ പല്ല് വളർന്നിരുന്നെങ്കിലുള്ള മനുഷ്യന്റെ വൈരൂപ്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും. ഇനി നമ്മൾ നമ്മുടെ വായിൽ നമ്മൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉമിനീരിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ വായിൽ എവിടെയോ ബന്ധിതമായി കിടക്കുകയാണ്. ആ ഉമിനീർ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ കുതിർക്കാനും ദഹനയോഗ്യമാക്കാനും ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ, പ്രവഹിക്കുന്നുള്ളൂ. അതിങ്ങനെ എപ്പോഴും ഒലിച്ചുകൊണ്ടിരുന്നാൽ, നമ്മുടെ വായിൽ യഥേഷ്ടം ലഭ്യമായ ഉമിനീർ ഇങ്ങനെ എപ്പോഴും ഒലിച്ചുകൊണ്ടിരുന്നാലും എന്തൊരു വൈരൂപ്യമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഭക്ഷണം കഴിക്കാത്ത സമയത്ത് നമ്മുടെ തൊണ്ട നനക്കാനും ആവശ്യമായത് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാൻ അത് അത്യാവശ്യമായി സംസാരിക്കാൻ അത്യാവശ്യമായ ഉമിനീരാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി നമ്മുടെ ചെവിയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, ചെവിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തരം ചെപ്പി കൊണ്ട് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്നും നമ്മുടെ ചെവി കാത്തു സൂക്ഷിക്കുന്നത് ആ ചെവിക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച കൈപ്പേറിയ ഒരു തരം സ്വത്താണ്. ആ സത്താണ് ചെവിക്കുള്ളിൽ കിടക്കുന്ന മിക്ക പ്രാണികളെയും അവിടെ വെച്ച് തന്നെ നശിപ്പിക്കുന്നത് എന്ന കാര്യം പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. അതുപോലെ തന്നെ ചെവിക്കകത്ത് ഉപദ്രവകാരികളായ പ്രാണിയോ മറ്റോ കടന്നാൽ വളരെ വേഗം അറിയുന്നതിന് വേണ്ടി ചെവിക്കകത്തെ സ്പർശന ബോധത്തെ ഏറ്റവും വളരെ കൂടുതലാക്കിയതും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. ശബ്ദം പിടിച്ചെടുക്കാനുള്ള ക്രമീകരണമാക്കി ചെവിയിൽ കുറെ വളവുകളും തിരിവുകളും നമുക്ക് കാണുവാൻ സാധിക്കും. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ അല്ലാഹു ചോദിക്കുകയാണ്. വഫി ഇതിന്റെ ഷേപ്പ്, ശബ്ദം പിടിച്ചെടുക്കാൻ സഹായകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കുറെ വളവുകളും തിരിവുകളും ഉള്ളതാക്കി. പടച്ചറബിന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? സ്വന്തത്തിലേക്ക് മനുഷ്യൻ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുന്നില്ല? നമ്മുടെ മൂക്ക്, നമ്മൾ ശ്വാസം എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂക്കിനെ കുറിച്ച്, നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ ശ്വാസോച്ഛ്വാസത്തിന് ഉപകരിക്കുന്ന ഉപകരണമായിട്ടാണ് അല്ലാഹു മൂക്കുണ്ടാക്കിയത്. ഭക്ഷണപാനീയങ്ങൾ മണത്തറിയാൻ, സുഗന്ധം ആസ്വദിക്കാൻ, ദുർഗന്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മെ സഹായിക്കുന്നത് കൂടിയാണ്. നമ്മൾ നമ്മുടെ തൊണ്ടയെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ തൊണ്ട സൃഷ്ടിച്ചത് വലിയൊരു ദൃഷ്ടാന്തമായിട്ടാണ്. എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള ശബ്ദം പുറത്തേക്ക് വിടാൻ കഴിയുന്ന സ്വഭാവത്തിലല്ലാതെ, അല്ലെ? ശബ്ദം കൊണ്ട് മനുഷ്യൻ തിരിച്ചറിയപ്പെടുന്നുണ്ട്. ചില ആളുകളുടേത് ചെവിയും മൂക്കും പോലെയല്ല അല്ലാഹു നമ്മുടെ തൊണ്ട ഉണ്ടാക്കിയിട്ടുള്ളത്. മറിച്ച് ചിലത് വീതി കൂടിയതായിരിക്കും, ചിലരുടേത് വീതി കുറഞ്ഞതായിരിക്കും, ചിലരുടെ തൊണ്ട ഇടുങ്ങിയതും മറ്റു ചിലത് പരുപരുത്തതും അതുപോലെ തന്നെ മാർദ്ദവമുള്ളതും നീളമുള്ളതും, ഇങ്ങനെയൊക്കെ പല വിധത്തിലാണ് മനുഷ്യന്റെ തൊണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് രണ്ടുപേരുടെ ശബ്ദം ഒരുപോലെയാകാത്തതും ശബ്ദം കൊണ്ട് ആളെ തിരിച്ചറിയാൻ സാധിക്കുന്നതും. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു ചോദിക്കുകയാണ്, ഈ സൃഷ്ടിഘടന നിർവഹിക്കുന്ന, ഇത്രയും മനോഹരമായി സൃഷ്ടിഘടന നിർവഹിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര മഹത്വത്തിനുടമയാണ് എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. മനുഷ്യന്റെ അവയവങ്ങളിൽ വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നാവുന്ന നമ്മുടെ വിരൽ തുമ്പുകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പടച്ചവന്റെ അത്ഭുതകരമായ സൃഷ്ടി വൈഭവത്തിലേക്ക് നമ്മൾ എത്തിക്കും. വലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, ലോകത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, ലോകത്ത് കഴിഞ്ഞു പോയ അനേക കോടി മനുഷ്യരിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന 750 പരം കോടി മനുഷ്യരിൽ ആർക്കെങ്കിലും, ഇനി വരാനിരിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ, ഖിയാമത്ത് നാൾ വരാനിരിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ ആർക്കെങ്കിലും നമ്മുടേതുപോലുള്ള വിരൽക്കൊടികൾ ഉണ്ടാകുമോ? സാധ്യമല്ലല്ലോ. മനുഷ്യരെ തിരിച്ചറിയാനുള്ള തെളിവിനായി വിരലടയാളത്തെ ആശ്രയിക്കുന്നത് ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം, വിശുദ്ധ ഖുർആൻ അവതീർണമായി ഒരുപാട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ 14 നൂറ്റാണ്ടുകൾക്കും അവതീർണമായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. മനുഷ്യന്റെ വിരൽക്കൊടികളെ ശരിപ്പെടുത്തിയവൻ പടച്ചവനല്ലേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവത്തിന്റെയും സൃഷ്ടിപ്പിൽ പടച്ചവന്റെ അപാരമായ
സൃഷ്ടി വൈഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ അവയവത്തെയും താങ്ങാൻ വേണ്ടി അസ്ഥികൾ ഉണ്ടാക്കി അല്ലാഹു. ആ അസ്ഥികൾക്കുള്ളിൽ അവയെ ബലപ്പെടുത്താനും സംരക്ഷിക്കാനുമുള്ള മജ്ജ അല്ലാഹു സംരക്ഷിച്ചു. ആ അസ്ഥികളെ സന്ധിയുമായി ബന്ധിപ്പിക്കുന്നതിന് എരമ്പുകൾ സ്ഥാപിച്ചതും നമ്മുടെ ആരുടെയും അനുവാദമോ അഭിപ്രായമോ അന്വേഷിച്ചിട്ടല്ലോ. അസ്ഥികൾ ഇത്ര വേണമെന്നും ഇന്ന തരത്തിലായിരിക്കണമെന്നും തീരുമാനിച്ചതിൽ ഒരാൾക്കും ഒരു പങ്കുമില്ലല്ലോ. സന്ധികളിലുള്ള ചെറിയ അസ്ഥികൾ കൂടാതെ നമുക്കറിയാമോ 248 അസ്ഥികളിലാണ് മനുഷ്യ ശരീരം നിലനിൽക്കുന്നത്. ഇതിൽ ഒരു അസ്ഥിയെങ്കിലും കൂടുതലുണ്ടെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രയാസമായിരിക്കും. അത് ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടി വരും. ഒന്ന് കുറഞ്ഞാലും പ്രശ്നമായിരിക്കും. ഇങ്ങനെ ഇത്രയും വ്യവസ്ഥാപിതവും ആസൂത്രണത്തോടും കൂടി ഇതൊക്കെയും സൃഷ്ടിച്ചത് അതിനിസ്സാരമായ ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉണർത്തുകയാണ്. അക്കാര്യം പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിസ്സാരതയെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കൽ പറഞ്ഞ മതിയല്ലോ. മനുഷ്യൻ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുകൊണ്ട് അള്ളാഹു ആവർത്തിച്ച് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ കാര്യത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ ഇതിലും എത്രയോ വലിയ അത്ഭുതകരമായ പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഹൃദയം, അതുപോലെ നമ്മുടെ കുടലുകൾ, നമ്മുടെ ആമാശയം, നമ്മുടെ കരൾ, നമ്മുടെ പ്ലീഹ, നമ്മുടെ മൂത്രാശയം, ശ്വാസകോശങ്ങൾ, പിത്തകോശങ്ങൾ, ഈ ഗർഭാശയങ്ങൾ, ഇതൊക്കെ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ നമ്മൾ വിവരിക്കാനിടങ്ങിയാൽ, അതിലടങ്ങിയ അത്ഭുതങ്ങൾ വിശദീകരിക്കാനും നമ്മൾ തുടങ്ങിയാൽ ഒരുപാട് ദിവസങ്ങൾ തന്നെ അതിന് വേണ്ടി വരും. ഇതിനപ്പുറത്ത് നമ്മുടെ വിവേകം, ബുദ്ധി, അതുപോലെ തന്നെ മറവി, ഓർമ്മശക്തിയുടെ വിപരീതമായ മറവി, ഇതിന്റെ ഒക്കെ വിശദീകരണങ്ങൾ നമ്മളിലേക്ക് പോയാൽ ഒരുപാട് ദിവസങ്ങൾ എടുത്ത് വിശദീകരിക്കണം. ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹി അലൈഹി തന്റെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരുപാട് സൃഷ്ടിജാലങ്ങളിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെ കുറിച്ച്, ആ സൃഷ്ടിപ്പിനും അവ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ധർമ്മങ്ങളിലൊക്കെ ദർശിക്കാവുന്ന അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം അനാവരണം ചെയ്തുകൊണ്ട് ഒരു മഹത്തായ ഗ്രന്ഥം രചിക്കുകയുണ്ടായി. അൽ ഹിക്മത്തു ഫി മഖ്ലൂഖാത്തില്ല എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. അൽ ഹിക്മത്തു ഫി മഖ്ലൂഖാത്തില്ല. ആ ഗ്രന്ഥത്തിന്റെ താളുകൾ, ഏറ്റവും കൂടുതൽ പേജുകൾ അദ്ദേഹം ചെലവഴിച്ചത് മനുഷ്യ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ വിശദീകരിക്കുന്നു. ഏതാണ്ട് ആ പുസ്തകത്തിലെ 2/3 ഭാഗവും മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മനുഷ്യന്റെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളിലെ അത്ഭുതങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയാണ്, ഇത് ഇനിയും ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇതിനിയും വിശദീകരിക്കാൻ നിന്നാൽ ഇതുപോലുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നെ വേണ്ടിവരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഗസ്സാലി അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ, ഈ സ്വഭാവത്തിൽ, അതിവിദഗ്ധമായ ആസൂത്രണത്തോടുകൂടി, അത്ഭുതകരമായ സംവിധാനങ്ങളോടുകൂടി, അതിസൂക്ഷ്മമായ ക്രമീകരണങ്ങളോടുകൂടി, ഏറ്റവും മനോഹരമായ ഘടനയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ഭൂമിയിലുള്ള മുഴുവൻ ജന്തുജീവജാലങ്ങളും മനുഷ്യന്റെ സൗകര്യത്തിനു വേണ്ടി, മനുഷ്യ ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുകയും അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്ത അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി നമ്മോട് വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യ, നീ ധരിച്ചു വെച്ചിരിക്കുന്നു അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. ഇങ്ങനെയൊക്കെ ഇത്രയും വ്യതിരിക്തമായ സ്വഭാവത്തിൽ ഏറ്റവും മനോഹരമായ സൃഷ്ടിഘടനയിൽ നിന്നെ സൃഷ്ടിച്ച് നിനക്ക് ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളും ഈ ഭൂമിയിൽ ഒരുക്കി വെച്ച് നിന്റെ സുഗമമായ ജീവിതത്തിന് ആവശ്യമായ ഭൂമിയിലുള്ളത് മുഴുവൻ നിനക്ക് വിട്ടുതന്ന് നിന്റെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സംവിധാനിച്ച നിന്നെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന്, നമ്മിലേക്ക് ഒരു മടക്കം നിനക്ക് പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. മനുഷ്യൻ വെറുതെ പടച്ചുവിട്ട ഒരു പടപ്പാണെന്ന് മനുഷ്യ നീ ധരിച്ചു വെച്ചിരിക്കുകയാണോ? വ അന്നകും ഇലൈനാ ലാ തുർജഊൻ. നമ്മിലേക്ക് മടങ്ങേണ്ടതില്ലെന്നാണോ മനുഷ്യ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? മറ്റൊരു ചോദ്യം ഖുർആൻ ചോദിക്കുന്നത്, അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ. മനുഷ്യനെ നാം വെറുതെ വിട്ടയക്കപ്പെടുമെന്ന് മനുഷ്യൻ ധരിച്ചു വെച്ചിരിക്കുകയാണോ? പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് ഇതര സൃഷ്ടിജാലങ്ങളെ പോലെ കേവലം ജഡിക വികാരങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയല്ല. തിന്നുക, കുടിക്കുക, ഭോഗിക്കുക, ഉറങ്ങുക, പിന്നെയും ഇത് തന്നെ ദൈനംദിന ജീവിതത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നത് കന്നുകാലികളുടെ സ്വഭാവമാണ്. സ്വന്തം ശരീരത്തിനും അതിന്റെ ഇച്ഛകൾക്കും അപ്പുറം മനുഷ്യന് പ്രവർത്തിക്കുവാൻ, മനുഷ്യന് പ്രതീക്ഷകൾ അർപ്പിക്കാൻ വ്യക്തമായ ഒരു ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരായ അംബിയ മുർസലുകളിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ ജീവിത നിയോഗം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തിയില്ലെങ്കിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ചക്കിന് കെട്ടിയ കാളയെപ്പോലെ തനിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും മനുഷ്യ ജീവിതം കടന്നു പോവുക. സ്വന്തം വാല് പിടിക്കാൻ വേണ്ടി
തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന, കറങ്ങിക്കൊണ്ടിരിക്കുന്ന നായയുടെ അവസ്ഥ, സ്വന്തം ശരീരത്തിന് ചുറ്റും വാല് പിടിക്കാൻ വേണ്ടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നായയുടെ അവസ്ഥ. വാല് നായക്കൊട്ട് കിട്ടുകയുമില്ല, നായ കറക്കം നിർത്തുകയുമില്ല എന്ന് പറഞ്ഞ രീതിയിൽ തികച്ചും നിഷ്ഫലമായ ഒരു വിനോദം മാത്രമായി ജീവിതം ഒടുങ്ങുകയായിരിക്കും മനുഷ്യൻ തന്റെ നിയോഗദൗത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സംഭവിക്കുക എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് എന്നതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലയോ മനുഷ്യ, നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, മറ്റു വസ്തുക്കളെല്ലാം നിനക്ക് വേണ്ടിയും സൃഷ്ടിച്ചു. അല്ലയോ മനുഷ്യ, നിന്നെ ഞാൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള മറ്റെല്ലാ വസ്തുക്കളും നിനക്ക് വേണ്ടിയും ഞാൻ സൃഷ്ടിച്ചു. നിനക്ക് വേണ്ടി സൃഷ്ടിച്ചതിൽ മാത്രം വ്യാപൃതനായി നിന്നെ ആർക്ക് വേണ്ടി സൃഷ്ടിച്ചുവോ ആ എന്നെ നീ മറന്നു കളയരുത്. ഒരു തരമായ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയിൽ ജീവിതം നയിക്കേണ്ടവനാണ് മനുഷ്യൻ. മനുഷ്യൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എന്താണെന്ന് വിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് അഹ്സാബിൽ അവസാനം അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ അറദൽ അമാനത അല സമാവാതി വൽ അർദ് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല. മനുഷ്യന്റെ യാഥാർത്ഥ്യവും ഈ പ്രപഞ്ചത്തിൽ അവന്റെ സാക്ഷാൽ നിലപാടും സംശയത്തിനിടയില്ലാത്ത വിധം വ്യക്തമാക്കി തരികയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. മനുഷ്യൻ ഭൂമിയിലെ അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. പ്രതിനിധി ഒരിക്കലും ഉടമസ്ഥനല്ല. ഉടമസ്ഥന്റെ കീഴിൽ കാര്യം നടത്തുന്നവൻ മാത്രമാണ്. ഉടമസ്ഥൻ നൽകിയ അധികാരം മാത്രമേ ആ പ്രതിനിധിക്ക് ഉണ്ടാവുകയുള്ളൂ. ഉടമസ്ഥന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുക എന്നതാണ് അവന്റെ ജോലി. അല്ലാതെ സ്വയം ഉടമസ്ഥനായി മാറുകയോ സാക്ഷാൽ ഉടമസ്ഥൻ നൽകിയ അധികാരങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം ഉപയോഗിക്കുകയോ അതല്ലെങ്കിൽ സാക്ഷാൽ ഉടമസ്ഥനെ ഒഴിച്ച് മറ്റാരെങ്കിലും ഉടമസ്ഥനായി അംഗീകരിച്ച് അവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കുകയോ ചെയ്താൽ അത് യഥാർത്ഥ നാഥനോടുള്ള കടുത്ത ധിക്കാരവും കടുത്ത ദ്രോഹവുമായിരിക്കുമെന്ന കാര്യം നിസ്തർക്കമാണ്. സത്യവിശ്വാസികൾ എന്ന നിലക്ക് മറ്റു ചില പ്രത്യേകമായ പദവിയും ഉത്തരവാദിത്തം കൂടി ഏൽപ്പിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഏകാന്തനായി ഏതെങ്കിലും ഒരു ആരാധനാലയത്തിൽ ധ്യാനവുമായി കഴിഞ്ഞുകൂടിയാൽ നിർവഹിക്കാൻ കഴിയുന്നതല്ല. മറിച്ച് സംഘടിതമായ പരിശ്രമങ്ങളിലൂടെ സാമൂഹ്യമായ സംരംഭങ്ങളിലൂടെ സാധിക്കേണ്ട സംഗതികളാണ് അത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു പ്രവാചകന്മാരും അവരുടെ അനുയായികളും പരിശുദ്ധ കാഴ്ചയുടെ മൂലയിൽ നമസ്കാരവും പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ദീൻ, അള്ളാഹുവിന്റെ ദീൻ എവിടേക്കെങ്കിലും എത്തുമായിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതല്ല, ആ അംബിയാ മുർസലുകൾ അവരുടെ കൂടെ അണിചേർന്ന അവരുടെ അനുയായികൾ അവർ പകലന്തിയോളം പാടുപെട്ട് പണിയെടുത്തത് കൊണ്ടാണ് ഈ ദീനിനെ ഈ ദീൻ പ്രചരിച്ചതും ജനസമൂഹങ്ങളിലേക്ക് അത് കടന്നു ചെന്നതും. എന്ന് സഹാബികളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സഹവസിച്ചുകൊണ്ട് ആ പ്രവാചക ദൗത്യത്തിൽ പങ്കാളികളാകാൻ പടച്ചവൻ തെരഞ്ഞെടുത്തവരാണ്. ആ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മനുഷ്യന്റെ കാര്യത്തിൽ, വിശ്വാസികളുടെ കാര്യത്തിൽ അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത്. അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ദീൻ വിജയിക്കുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വാസികൾ അവരുടെ ജീവിത ദൗത്യം നിർവഹിക്കുന്നിടത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇദ്ഹാറുദ്ദീൻ, ഇഖാമത്തുദ്ദീൻ, ഇഗ്ലാഇ കലിമത്തില്ലാ, ദീനിന്റെ സംസ്ഥാപനം, അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഉയർച്ച, വളർച്ച, വികാസം ഇത് സാധ്യമാകേണ്ടത് വിശ്വാസികളിലൂടെയാണെന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ജീവിത ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പിന്റെയും നമുക്ക് നൽകിയ അള്ളാഹു നൽകിയ അവസരങ്ങളുടെയും ഒക്കെ അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നിയോഗ ദൗത്യം നിർവഹിക്കുന്ന ആ ഒരു അവസ്ഥയിൽ ജീവിതം മാറ്റിപ്പണിയാൻ, അതുവഴി അള്ളാഹുവിനെ നിർവൃതിയോടുകൂടി കണ്ടുമുട്ടാൻ, ആയുസ് അർത്ഥപൂർണമായി ചെലവഴിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.